ഹായ് ഓൾ, മെയിൻസ് ഫാക്ടറിൻ്റെ PYQ മാസ്റ്റർ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഇന്നും ആർട്ട് ആൻഡ് കൾച്ചറിലുള്ള ഒരു ചോദ്യമാണ്. ഗ്രേറ്റ് ചോളാസിൻ്റെ ടൈം പീരീഡിലുള്ള ഒരു ക്വസ്റ്റ്യനാണ് വന്നിട്ടുള്ളത്. സോ ഈ PYQ എന്ന് പറയുമ്പോൾ ഇത് അറ്റ്മോസ്റ്റ് നമുക്ക് 15 മാർക്കാണ്. ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഒരു 15 മാർക്കർ നമ്മൾ ചെയ്യുന്നത്. സോ ഇതിൻ്റെ സ്ട്രക്ചറിങ് ഒക്കെ കുറച്ചൊരു ഡിഫറൻസ് ഉണ്ടാവും. സോ അതൊന്ന് ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്: ദോ ദ ഗ്രേറ്റ് ചോളാസ് ആർ നോ മോർ എറ്റ് ദർ നെയിം ഈസ് സ്റ്റിൽ റിമെമ്പേർഡ് വിത്ത് great pride because of their highest achievements in the domain of art and architecture. കമൻറ്റ് ഇതാണ് പറയുന്നത്. സോ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ തോട്ടിനെ ഒരിക്കലും റെസ്ട്രിക്റ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ നെഗറ്റീവ്ലി ചിന്തിച്ച് നമ്മുടെ ഓൾറെഡി ബ്രോഡനായി കിടക്കുന്ന ക്വസ്റ്റ്യനെ നമ്മൾ നാരോ ഡൗൺ ചെയ്യാൻ പാടില്ല. ഓക്കെ, ദോ ദ ഗ്രേറ്റ് ചോളാസ് നോ മോർ എറ്റ് ദർ നെയിം, ചോളാസ് ഇപ്പോൾ ഇല്ല, സ്റ്റിൽ റിമെമ്പർ വിത്ത് ഗ്രേറ്റ് പ്രൈഡ്, ഇപ്പോഴും ഗ്രേറ്റ് പ്രൈഡോടാണ് റിമെമ്പർ ചെയ്യുന്നത്. ബിക്കോസ് ഓഫ് ദർ ഹയസ്റ്റ് അച്ചീവ്മെൻറ്റ്സ് ഇൻ ഡൊമൈൻ ഓഫ് ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ. അപ്പോൾ നമുക്ക് സ്ട്രക്ചറിങ് നോക്കാം. 15 മാർക്കാണ്. ദോ ദ ഗ്രേറ്റ് ചോളാസ് നോ മോർ എറ്റ് ദർ നെയിം ഈസ് സ്റ്റിൽ റിമെമ്പർഡ് വിത്ത് ഗ്രേറ്റ് പ്രൈഡ് ബിക്കോസ് ഓഫ് ദർ ഹയസ്റ്റ് അച്ചീവ്മെൻറ്റ്സ് ഇൻ ഡൊമൈൻ ഓഫ് ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ. അപ്പോൾ കമൻറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഫസ്റ്റ് നമ്മൾ ഇത് 15 മാർക്കറാണ്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഒരു 15 മാർക്കർ ചെയ്യുന്നത്. സോ ഈ 15 മാർക്കിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് 15 to 18 പോയിൻറ്റ്സ് ആണ് നമ്മൾ ഐഡിയലി നമ്മൾ പറയാറ്. ഒരു 15 to 18 പോയിൻറ്റ്സ്, ഓരോ 15 ആയാലും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ മാക്സിമം അത്ര പോയിൻറ്റ്സ് ജനറേറ്റ് ചെയ്യണം. 3 പേജസ് ഉണ്ടാവും. സോ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ധാരാളം പോയിൻറ്റ്സിൻ്റെ ആവശ്യമുണ്ട്. സോ റെസ്ട്രിക്റ്റ് ചെയ്യാനേ പാടില്ല, തോട്ട്സ് എപ്പോഴും വൈഡൻ. സോ ആദ്യത്തെ ഒരു 30 സെക്കൻഡ്സിൽ നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ, മേജറായിട്ട് നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ, 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെന്നറിയാം. അപ്പോൾ 18 പോയിൻറ്റ്സ് വേണമെന്നറിയാം. പിന്നെ ചോളാസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് മെയിൻ. അപ്പോൾ 2 പാർട്ടായിട്ട് ഇതിനെ തിരിക്കാൻ പറ്റും. അപ്പോൾ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ, അപ്പോൾ 2 പാർട്ടായിട്ട് നമ്മൾ ഇതിനെ തിരിക്കും. ഓക്കെ, പിന്നെ നമുക്ക് എന്തുകൊണ്ടാണ് അവർ ഇപ്പോൾ ലാസ്റ്റായിട്ട് വൈ സ്റ്റിൽ റിമെമ്പേർഡ് വിത്ത് ഗ്രേറ്റ് പ്രൈഡ്, ചോളാസ് എന്തുകൊണ്ടാണ് ഇപ്പോഴും റിമെമ്പർ വിത്ത് ഗ്രേറ്റ് പ്രൈഡ്, അതൊരു മൂന്നാമത്തെ ചെറിയൊരു വാല്യൂ അഡീഷൻ ആയിട്ട് നമുക്ക് ലാസ്റ്റ് കൊടുക്കാൻ പറ്റും. സോ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ ഈ രീതിയിൽ നമ്മൾ, അപ്പോൾ ആർട്ടിനെ നമുക്ക് ഓൾറെഡി സ്പ്ലിറ്റ് ചെയ്യുന്ന അറിയാം. ആർട്ടിനെ നമ്മൾ വിഷ്വൽ ആർട്ടെന്നും പെർഫോമിംഗ് ആർട്ടെന്നും സ്പ്ലിറ്റ് ചെയ്തിട്ട് വിഷ്വൽ ആർട്സിൽ നമുക്ക് അറിയാം. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആർക്കിടെക്ചർ പറഞ്ഞിട്ടുണ്ട്, സ്കൾപ്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട്, പെയിൻറ്റിങ് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വിഷ്വൽ ആർട്സിൽ വരും. പെർഫോമിംഗ് ആയിട്ടുള്ള ഡാൻസ്, മ്യൂസിക്, തിയേറ്റർ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ അതിൽ വരും. സോ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അത് ഈ ഒരു എന്താ പറയുക, ആ ഒരു രീതിയിൽ നമുക്കതിനെ പോയിൻറ്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നറിയാം. പിന്നെ ആർക്കിടെക്ചറിന് പല രീതിയിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ആർക്കിടെക്ചർ മാത്രമാണല്ലോ ചോദിച്ചതെന്ന് വിചാരിച്ചിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യാൻ പാടില്ല. ആർക്കിടെക്ചർ നമുക്ക് പല രീതിയിൽ വൈഡൻ ചെയ്യാൻ പറ്റും. ആർക്കിടെക്ചർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആർക്കിടെക്ചർ ഉണ്ട്. ഇപ്പോൾ ചോളാസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ അണക്കെട്ട്, ഗ്രാൻഡ് അണക്കെട്ട്, അതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. സോ അതൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആർക്കിടെക്ചർ. പിന്നെ ടൗൺ പ്ലാനിങ്, അവരുടെ ടൗൺസ് കാര്യങ്ങളൊക്കെ അതൊരു ഡിഫറെൻറ്റ് ടൈപ്പാണ്. പിന്നെ സിവിലിയൻ ആർക്കിടെക്ചർ ഉണ്ടാവും. ഈ ടെമ്പിൾ ആർക്കിടെക്ചർ മാത്രം റെസ്ട്രിക്റ്റ് ചെയ്ത് പോകാണ്ടിരിക്കുക. അപ്പോൾ ഡൈവേഴ്സിഫൈ ചെയ്യുക ആർക്കിടെക്ചറിനെ. പിന്നെ ആർക്കിടെക്ചറിൽ തന്നെ നമുക്ക് അതിനെ പോസിബിളി നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് തിരിക്കാൻ പറ്റും. ആർക്കിടെക്ചറിൽ നമുക്ക് വിമാനാസ്, ഗോപുരാസ്, ഇതൊക്കെ പെർഫെക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എഴുതാം ചോളാസിൻ്റെ കാര്യത്തിൽ. പിന്നെ അങ്ങനെ ആർക്കിടെക്ചറിൻ്റെ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻസ് ഇതൊക്കെ ഓരോ പോയിൻറ്റ്സ് ആയിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോ ആർക്കിടെക്ചറിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ആലോചിച്ച് നോക്കുക. സോ ഈ രീതിയിൽ ഒരു 30 സെക്കൻഡിൽ നമ്മുടെ മൈൻഡിൽ ആ ഒരു ബ്രെയിൻ സ്റ്റോമിങ് നടന്നുകൊണ്ടേയിരിക്കണം. ശേഷം 30 സെക്കൻഡിന് ശേഷം നമ്മൾ എഴുതി തുടങ്ങുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ, ഈ ഒരു കാര്യങ്ങൾ മൈൻഡിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് പോയിൻറ്റ്സ് ജനറേറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ ജസ്റ്റ് നമ്മൾ പോയിൻറ്റ്സ് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ആർട്ടിന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ആർട്ടിന് നമുക്ക് വിഷ്വൽ ആർട്ടെന്നും പെർഫോമിംഗ് ആർട്ടെന്നും. ഇപ്പോൾ പെർഫോമിംഗ് ആർട്സിൽ ഡാൻസിന് തന്നെ നമുക്ക് പറയാം, എന്താ പറയുക, നാട്യശാസ്ത്രമൊക്കെ ഈ ടൈമിലാണ് വന്നത്. നാട്യശാസ്ത്രം നമുക്ക് പറയാം ഭരതനാട്യം പറയാം. അപ്പോൾ പോയിൻറ്റ്സ് വന്നു, 2 പോയിൻറ്റ്സ് ഡാൻസിൽ പോയിൻറ്റ്സ് വന്നു. പിന്നെ മ്യൂസിക്കിൽ പാറ്റേൺസ് ഓഫ് കർണാട്ടിക് മ്യൂസിക്കിൻ്റെ പാറ്റേൺസ് ആണ്, അങ്ങനെ പറയാം. പിന്നെ കുലോത്തുംഗ ചോള, മേജറായിട്ട് പാറ്റേണേജ് കൊടുത്തത് കുലോത്തുംഗ ചോളയാണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമുക്ക് അതിൽ പോയിൻറ്റ്സ് ജനറേറ്റ് ചെയ്യാം. പിന്നെ ആർട്ടിൽ നമ്മൾ സെപ്പറേറ്റ് പറയണം. സോ ആർക്കിടെക്ചർ വിട്ടിട്ട് സ്കൾപ്ചർ നമുക്ക് ആർക്കിടെക്ചറിൻ്റെ കൂടെ പറയാം. ടെമ്പിൾ ആർക്കിടെക്ചറിൻ്റെ കൂടെ ആണല്ലോ ഭൂരിഭാഗം സ്കൾപ്ചേഴ്സും വരുന്നത്. സോ ആ രീതിയിൽ നമുക്ക് അങ്ങനെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ പെയിൻറ്റിങ് പറയാൻ പറ്റും. പെയിൻറ്റിങ്ങിൽ വരുന്ന കീവേഡ്സാണ് ഫ്രെസ്കോ, സെക്കോ, ഇതൊക്കെ ടൈപ്പ് ഓഫ് ആ ഒരു പെയിൻറ്റിങ്ങിൽ വരുന്ന ഈ ഒരു കീവേഡ്സൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ
ആൻസേഴ്സ് കുറച്ചുകൂടി എൻറിച്ച്ഡ് ആയി. പിന്നെ പെയിൻറ്റിങ്ങിൻ്റെ കാര്യത്തിൽ മ്യൂറൽ പെയിൻറ്റിങ്സ് നമ്മൾ പറയണം. ഇതൊക്കെ ഓൾറെഡി നമ്മൾ എഴുതിയിട്ടുള്ളതാണ്. PYQ ഉണ്ടോ, റിപ്പീറ്റ് ആകുന്നുണ്ടോ, തീം റിപ്പീറ്റ് ആകുന്നുണ്ടോ, നമുക്ക് ഓരോ പോയിൻറ്റ്സും നമുക്ക് റിപ്പീറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ ഒരു 3-4 PYQ എഴുതുമ്പോൾ തന്നെ നമുക്ക് പല കാര്യങ്ങളും, ഇപ്പോൾ ചോളാസൊക്കെ പല ഡിഫറെൻറ്റ് ഡയമെൻഷനിൽ വന്നു. ഇപ്പോൾ മിഡീവൽ ആർക്കിടെക്ചറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ചോളാസിനെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പല്ലവാസിനെ പറഞ്ഞപ്പോൾ നമ്മൾ ചോളാസിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അങ്ങനെ പല ടൈപ്പിൽ ഇത് റിപ്പീറ്റ് ആവുന്നുണ്ട് അവരുടെ. പിന്നെ മ്യൂറാൽസ് അതുപോലുള്ള കാര്യങ്ങൾ പറയാൻ പറ്റും, മ്യൂറൽ പെയിൻറ്റിങ്സ്. പക്ഷേ ആ സമയത്ത് പല്ലവാസിൻ്റെ സമയത്തുള്ള മ്യൂറൽ പെയിൻറ്റിങ്സ് പറയാൻ പറ്റില്ല. ബൃഹദേശ്വര ടെമ്പിളിലെ മ്യൂറൽസ് പറയാം, ബൃഹദേശ്വര. ചോളാസിൻ്റെ ആണല്ലോ പറയുന്നത്. സോ ആ രീതിയിൽ ശ്രദ്ധിക്കുക. പോയിൻ്റ് സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കുക. പിന്നീട് നമ്മളിവിടെ സ്പേസിങ് പറയുമ്പോൾ ഇത് ഇപ്പോൾ 2 പേജേ ഉള്ളൂ. ഇപ്പോൾ 3 പേജിലാക്കി നമ്മൾ ചുരുക്കണം. ഫസ്റ്റ് ഇപ്പോൾ ലാസ്റ്റ് ഒരു ഇവിടെ ആകുമ്പോൾ ലാസ്റ്റിലത്തെ പേജിൻ്റെ പകുതി ആകുമ്പോൾ തന്നെ നമുക്ക് വാല്യൂ അഡീഷൻ സ്റ്റാർട്ട് ചെയ്യാം. വാല്യൂ അഡീഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, വൈ ദേ റിമെമ്പേർഡ് അസ്. അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ ഇപ്പോൾ ഫസ്റ്റ് ആർട്ടിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി ആർട്ടിൻ്റെ പോയിൻറ്റ്സാണ് നമ്മൾ ജനറേറ്റ് ചെയ്തത്. ഇപ്പോൾ കൺഫ്യൂസ് ആക്കുന്നില്ല, നമുക്ക് ആ ഓർഡറിൽ തന്നെ പോവാം. ആർട്ടിൻ്റെ പോയിൻറ്റ്സ് പറഞ്ഞു, പിന്നെ ആർക്കിടെക്ചറിൻ്റെ പോയിൻറ്റ്സ്. ആർട്ടിന് കുറച്ചുകൂടി പോയിൻറ്റ്സ് ഉണ്ടാക്കാം. എല്ലാ പോയിൻറ്റ്സും ഞാനിപ്പോൾ പറയുമ്പോൾ ടൈം റെസ്ട്രിക്റ്റഡ് ആവും. ആർക്കിടെക്ചറിൻ്റെ പോയിൻറ്റ് പറയുമ്പോൾ നമുക്ക് ആർക്കിടെക്ചറിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ടെമ്പിൾ ആർക്കിടെക്ചറിനെ നമുക്ക് ടെമ്പിൾ ആർക്കിടെക്ചറിന് എഴുതി നമുക്ക് കുറച്ച് പോയിൻറ്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അവിടെ ടെമ്പിൾ ആർക്കിടെക്ചറിൽ നമ്മൾ സ്കോച്ചിങ്, വിമാനാസിൻ്റെ കാര്യം പറയാം. വിമാനാസ്, പിന്നെ ടെമ്പിളിൻ്റെ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് ആലോചിച്ച് ആ രീതിയിൽ നമുക്ക് പോയിൻറ്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ വിമാനാസ് ഉണ്ട്. പിന്നെ ടെമ്പിളിൻ്റെ ആ ഒരു എന്താ പറയുക, നമ്മൾ ദ്രാവിഡിയൻ ടെമ്പിളിൻ്റെ മേജറായിട്ടുള്ളൊരു ഇതാണ് ഇറിഗേഷൻ സംഭവങ്ങൾ. ഇപ്പോൾ നമുക്കറിയാം ഒരു പോണ്ടൊക്കെ ഉണ്ടാവും ഒരു ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഇറിഗേഷന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു സംഭവമാണ്. പിന്നെ ടെമ്പിൾസ് ആർക്കിടെക്ചർ മെയിൻലി അവർ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത് റിലീജിയസ് ആക്ടിവിറ്റീസിന് വേണ്ടി മാത്രമല്ല, മറ്റ് പല ആക്ടിവിറ്റീസിന് വേണ്ടി. സോ അപ്പോൾ സ്പേഷ്യസ് ആണ്, ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള. അപ്പോൾ അതുപോലുള്ള ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ് നമുക്ക് കൊടുക്കാൻ പറ്റും. നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആർക്കിടെക്ചറിൽ തന്നെ നമുക്ക് എന്തുകൊണ്ടാണ് എന്ത് ഇന്നോവേഷൻസ് ആണ് വന്നത് എന്ന് ഇപ്പോൾ നമുക്കറിയാം. അവർ റിമെമ്പേർഡ് ചെയ്യപ്പെടുന്നുണ്ടെന്നറിയാം. പക്ഷേ വൈ? എല്ലാ ആൾക്കാരും ചെയ്തതുപോലുള്ളൊരു കാര്യമാണ് അവർ ചെയ്തതെങ്കിൽ അവർ എത്ര റിമെമ്പേർഡ് ആവേണ്ട ഒരു ആവശ്യമില്ല. സോ വൈ, വാട്ട് ഇന്നോവേഷൻസ് ദാറ്റ് ദേ ബ്രിങ്, അവർ ബ്രിങ് ചെയ്തിട്ടുള്ള ഇന്നോവേഷൻസ് ഉണ്ട്. ആ രീതിയിൽ ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. മോണുമെൻ്റൽ ടെമ്പിൾസ്, ഇപ്പോൾ ടെമ്പിൾസിൻ്റെ ആർക്കിടെക്ചർ തന്നെ പിന്നെ ഗ്രാനൈറ്റ് വെച്ചിട്ടുള്ള കൺസ്ട്രക്ഷൻസ്, മൾട്ടി സ്റ്റോറേഡ് വിമാനാസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, മൾട്ടി സ്റ്റോറേഡ് വിമാനാസ് ആണ്. പിന്നെ ആക്ച്വൽ പ്ലാനിങ് ഉണ്ടായിരുന്നു. ആക്ച്വൽ പ്ലാനിങ് അത് ഒരു കീവേഡാണ്. പിന്നെ സിമ്മട്രി അവരുടെ എല്ലാ ടെമ്പിൾ ആർക്കിടെക്ചറിൽ അവർ മേജറായിട്ട് സിമ്മട്രി ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ രീതിയിൽ. പിന്നെ ടെമ്പിൾ കോംപ്ലക്സസ്, അപ്പോൾ ഞാൻ പറഞ്ഞു ഓൾറെഡി റിലീജിയസ് ആക്ടിവിറ്റീസിന് വേണ്ടി മാത്രമല്ല, മറ്റ് പല സോഷ്യൽ ആക്ടിവിറ്റീസിന് വേണ്ടി, ഇപ്പോൾ എഡ്യൂക്കേഷൻ ആണെങ്കിൽ പോലും അവർ ടെമ്പിൾസ് അതിൻ്റെ ഒരു സെൻറ്ററായിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ടെമ്പിൾ കോംപ്ലക്സസ് അവർ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പെർഫെക്റ്റ് ദ്രാവിഡിയൻ ആർക്കിടെക്ചർ പെർഫെക്റ്റ് ചെയ്തു. അവർ പല്ലവാസിൻ്റെ ടൈമിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഈ ദ്രാവിഡിയൻ ആർക്കിടെക്ചർ ഇവർ പെർഫെക്റ്റ് ചെയ്തു. ഇതൊക്കെ നമുക്ക് ഡിഫറെൻറ്റ് ഡയമെൻഷൻസ് ഓഫ് പോയിൻ്റാണ് ആർക്കിടെക്ചറിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്. എഞ്ചിനീയറിംഗ് എക്സലൻസ്, പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിഫറെൻറ്റ് ഡയമെൻഷൻ ആർക്കിടെക്ചറിൻ്റെ സിവിൽ ആർക്കിടെക്ചറിൻ്റെ അത് കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊക്കെ നമുക്ക് ഇപ്പോൾ ഗ്രാൻഡ് അണിക്കെട്ട് പറയാൻ പറ്റും. അപ്പോൾ ആ കോൺട്രിബ്യൂഷൻസ് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഇവിടെ മോണുമെൻ്റൽ ടെമ്പിൾസിൻ്റെ കാര്യം പറയുമ്പോൾ ബൃഹദേശ്വര ടെമ്പിൾ നമുക്ക് കോട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കോട്ട് ചെയ്യാൻ പറ്റും. ഗംഗൈകൊണ്ട ചോളപുരം, ആ റീജിയൻസൊക്കെ നമുക്ക് കോട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ആർട്ടിനെ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ സ്കൾപ്ചറിനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്കൾപ്ചറിൽ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് ഇത് കൊണ്ടുവരാൻ പറ്റും. അവരുടെ സ്കൾപ്ചർ എന്തുകൊണ്ട് സ്റ്റാൻഡ് ഔട്ട് ചെയ്തു തന്നു? അവർ റിയലിസ്റ്റിക് ആയിരുന്നു, ഡൈനാമിക് ആയിരുന്നു, ഡിവൈൻ ഹ്യൂമൻ ബാലൻസ് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, റിച്ച് ഓർണമെൻറ്റേഷൻ, ശൈവ ഐക്കണോഗ്രാഫി, നെറേറ്റീവ് പാനൽസ്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് അവർ സ്കൾപ്ചേഴ്സ് എൻറിച്ച് ചെയ്തു. സോ സ്കൾപ്ചേഴ്സിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇതുപോലെ ചിന്തിക്കാൻ പറ്റും. സോ സ്പ്ലിറ്റ് ആൻഡ് തിങ്ക്, ഇതാണ് നമ്മൾ മേജറായിട്ട് നടക്കുന്നത്. ഇപ്പോൾ സ്കൾപ്ചേഴ്സിന് നമുക്ക് ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് ജനറേറ്റ് ചെയ്യും. ഇപ്പോൾ ബ്രോൺസ് ആർട്ട്, എന്തുകൊണ്ട് ബ്രോൺസ് ആർട്ട്? അതിലിപ്പം ലോസ്റ്റ് വാക്സ് ടെക്നിക്ക് നമുക്കറിയാം. നടരാജ സ്കൾപ്ചർ അതിൻ്റെ ഒരു മേജർ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നറിയാം. പോർട്ടബിൾ ഐഡോൾസിൻ്റെ പോർട്ടബിൾ ആയിരുന്നു. പിന്നെ സ്പിരിച്വൽ സിംബോളിസം കൊണ്ടുവന്നിട്ടുണ്ട്, ഫേമസ് ബ്രോൺസ്, പിന്നെ യുനെസ്കോ റെക്കഗ്നേഷൻ കിട്ടി. ഇതൊക്കെ കൊണ്ടാണ് അവർ റിമെമ്പേർഡ് ആവുന്നത് ഇതിൽ. സോ ആ ഒരു അനലിറ്റിക്കൽ ആംഗിൾ നമ്മൾ കൊണ്ടുവരണം. എന്തുകൊണ്ടാണ് റിമെമ്പേർഡ് ആവുന്നത്, അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്? ജസ്റ്റ്
നമ്മൾ ബ്രോൺസ് ആർട്ട് എന്ന് മാത്രം എഴുതുന്നതിന് പകരം ബ്രോൺസ് ആർട്ട് എന്തുകൊണ്ട് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്നു, ഇതുപോലുള്ള ഫീച്ചേഴ്സ് കൊണ്ട് അത് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്നു. നമുക്ക് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ ആ സമയത്ത് നമ്മൾ മേജറായിട്ട് പറഞ്ഞിട്ടുള്ള നടരാജ ഈ സ്കൾപ്ചർ ആണെങ്കിലും ആ നടരാജ സ്കൾപ്ചർ ബ്രോൺസ് ആണ്, അത് ലോസ്റ്റ് വാക്സ് ആണ്, ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. പിന്നെ ഇപ്പോഴാണെങ്കിലും ഇവരുടെ ഒരു എന്താ പറയുക, ഇപ്പോൾ ചെങ്കോൽ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മളിപ്പോൾ പുതുതായിട്ട് ബിൽഡ് ചെയ്തിട്ടുള്ള പാർലമെൻറ്റിൽ നമ്മളത് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ രീതിയിൽ ഇപ്പോഴും അവരെ റിമെമ്പർ ചെയ്യാനുള്ള റീസൺസ് എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോൾ നമുക്കിതൊക്കെ അപ്പോൾ മൈൻഡിലേക്ക് വരുന്നതാണ് ബ്രോൺസ് ആർട്ടിൽ. പിന്നെ അടുത്ത് പെയിൻറ്റിങ്ങിലേക്ക് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഫ്രെസ്കോ, സെക്കോ, ആ പെയിൻറ്റിങ്സിൻ്റെ ഡിഫറെൻറ്റ് സംഭവങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ ടെമ്പിൾ മ്യൂറാൽസിനെ പറ്റി പറഞ്ഞു, നാച്ചുറൽ കളേഴ്സാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞു, റിലീജിയസ് തീംസ് ഉണ്ടായിരുന്നു. ടെമ്പിൾ ഓൾമോസ്റ്റ് നമുക്കറിയാം പെയിൻറ്റിങ്സിൽ മേജറായിട്ട് ആ സമയത്ത് റിലീജിയൻ ആയിരുന്നു പ്രൊമിനൻറ്റ്. സോ റിലീജിയസ് തീംസ്, ബൃഹദ്വേശ്വര മ്യൂറാൽസ്, നെറേറ്റീവ് ട്രഡീഷൻസ്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കോട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ലാസ്റ്റായിട്ട് ഞാൻ പറഞ്ഞാൽ ആ വാല്യൂഡിഷനാണ്. കൺക്ലൂഷന് മുമ്പായിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് ഇവർ റിമെമ്പർ വിത്ത് പ്രൈഡ്. അപ്പോൾ യുനെസ്കോയുടെ റെക്കഗ്നേഷൻ കിട്ടിയിട്ടുണ്ട്, ആ സംഭവം നമുക്ക് എഴുതാൻ പറ്റും. ഇപ്പോൾ എന്താ പറയുക, ഗംഗയുണ്ട് അവരുടെ ചോളന്മാരുടെ പല കാര്യങ്ങൾക്കും യുനെസ്കോ റെക്കഗ്നേഷൻ കിട്ടിയിട്ടുണ്ട്. ലിവിങ് ടെമ്പിൾസ്, ആ സംഭവം നമുക്ക് പറയാൻ പറ്റും. ലിവിങ് ടെമ്പിൾസ് ആണ് ഗ്രേറ്റ് ചോള ലിവിങ് ടെമ്പിൾസ് എന്നാണ് ആ ഒരു മേജറായിട്ട് അറിയപ്പെടുന്നത്. സോ ആ രീതിയിൽ നമുക്ക് പറയാം. പിന്നെ ടൂറിസം പൊട്ടൻഷ്യൽ ഉണ്ട്. ഇപ്പോഴാണെങ്കിലും ബൃഹദേശ്വര ടെമ്പിളൊക്കെ ധാരാളം ടൂറിസ്റ്റുകൾ അട്രാക്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. പിന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയുടെ അവരുടെ ഇൻഫ്ലുവൻസ്, അവർ ചോളാസ് മെയിൻലി സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ അവർ ഇൻഫ്ലുവൻസ് വളരെ പ്രൊമിനൻ്റ് ആണ്. സോ അവിടെ ദ്രവിഡിയൻ ആർക്കിടെക്ചറിലുള്ള ടെമ്പിൾസ് അവിടെ പോലും ബിൽഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ആ രീതിയിൽ പറയാൻ പറ്റും. വിജയനഗര ഇൻഫ്ലുവൻസിങ്, പിന്നീട് വരുന്ന ലേറ്റർ ഡൈനാസ്റ്റീസിനൊക്കെ അവർ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ആർക്കിടെക്ചറിലാണെങ്കിലും ആർട്ടിലാണെങ്കിലും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. സോ നായകാസിൻ്റെ ഇൻഫ്ലുവൻസ്, ആ രീതിയിൽ ഇൻഫ്ലുവൻസ് ഓഫ് നായകാസ്, പിന്നെ മോഡേൺ ടെമ്പിൾ ആർക്കിടെക്ചറിലുള്ള ഇൻഫ്ലുവൻസ്, ഇതുപോലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് അവർ സ്റ്റിൽ റിമെമ്പേർഡ് ആണെന്നുള്ളൊരു എലമെൻറ്റ് നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും. ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് നമുക്കിങ്ങനെ എഴുതാം: ചോള എംപയർ disappeared centuries ago. Its temples, bronze sculptures and artistic tradition continue to define India's cultural identity. Their artistic excellence transcended political history, making the Cholas immortal in the annals of world heritage. അപ്പോൾ ഈ രീതിയിൽ അവരുടെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഒരു ഇമ്പോർട്ടൻസ് കാണിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കൺക്ലൂഡ് ചെയ്യാം. സോ ആ രീതിയിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് പോയിൻറ്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഒരു ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ ഓരോ പോയിൻറ്റ്സിനെയും നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ 18 പോയിൻറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കൾപ്ചറിനൊക്കെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഉള്ള ഈ ക്വസ്റ്റ്യനിൽ ഫസ്റ്റിലത്തെ എലമെൻ്റ് ആയിട്ടുള്ള great Cholas are no more yet their name is still remembered with great pride because of their highest achievement. കമൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കമൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വേർഡിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ ലാസ്റ്റ് കാണിക്കണം. അതായത് നമ്മൾ അതിൻ്റെ ഒരു ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യത്തോട് നമ്മൾ യോജിക്കുകയാണെങ്കിൽ ഓക്കെ ഞാൻ കംപ്ലീറ്റ്ലി യോജിക്കുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് കമൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇത് കറക്റ്റായിട്ട് ഇത് പറഞ്ഞത് ശരിയാണ്, പക്ഷേ ഇതിൽ കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഗ്രേറ്റ് ചോളാസ് ഈ ഒരു ആർക്കിടെക്ചറിൻ്റെ ആർട്ടിൻ്റെ കാര്യത്തിൽ മാത്രമല്ല മറ്റു പല കാര്യങ്ങൾ കൊണ്ടും അവർ റിമെമ്പേർഡ് ആണെന്നുള്ള രീതിയിൽ നമുക്ക് എന്തെങ്കിലും 1-2 പോയിൻറ്റ്സ് കൂടെ ആഡ് ചെയ്തിട്ട്, പക്ഷേ അതിന് ഓവർ വെയിറ്റേജ് ഇല്ല, 1-2 പോയിൻറ്റ്സ് ആഡ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു കമൻറ്റിനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ആ രീതിയിൽ ഈ ഒരു ക്വസ്റ്റ്യനെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.